ബി.ജെ.പി ചെറിയ മീനല്ല, നെത്തോലി ചെറിയ മീനല്ല എന്ന് പറയാറുണ്ട്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ളത് കൊണ്ട് നെത്തോലി ആളുകൾ ഡോക്ടർമാരടക്കം ശുപാർശ ചെയ്യാറുണ്ട്. ബി.ജെ.പിയെ ഞാൻ നെത്തോലിയുമായി ഉപമിച്ചതല്ല. അവർ വലിയ മീൻ തന്നെയാണ്, വൻ തിമിംഗലം തന്നെയാണ്. സ്രാവക് തിമിംഗലം എന്നൊക്കെ പറയുന്ന വലിയ വില കൂടിയ നെന്മീൻ സൈസിലുള്ളതാണ്. 2 സീറ്റിൽ നിന്ന് 18 സ്റ്റേറ്റുകളിലേക്കും രാജ്യത്തെ 3ാമത്തെ തവണയായി ഭരണത്തിൽ വരാൻ കഴിഞ്ഞെങ്കിൽ അവർ ചെറിയ മീനല്ല. വനിതാ ബില്ല് ഈ സമ്മേളനത്തിൽ ഈ മോദിയുടെ 3ാം സെക്ഷനിൽ വനിതാ ബില്ല് അവതരിപ്പിച്ചു. ബില്ല് പരാജയപ്പെട്ടു. അല്ലെങ്കിൽ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഒന്നിച്ചു നിന്ന് അതിനെ പരാജയപ്പെടുത്തി. പക്ഷേ ആ ഇന്ത്യ മുന്നണിയിൽ സ്റ്റാലിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു, മമതാ ബാനർജിയുടെ പാർട്ടി ഉണ്ടായിരുന്നു. ബംഗാളിലെ മമതാ ബാനർജി, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ, ഡൽഹിയിലെ ആം ആദ്മി അരവിന്ദ് കെജ്രിവാൾ, ഇത്രയും, പിന്നെ ശരത് പവാർ, മഹാരാഷ്ട്രയിലെ ശരത് പവാർ, ഇവർ 4 പേരുടെ ശക്തമായ സാന്നിധ്യത്തോടു കൂടിയാണ് ഇന്ത്യ മുന്നണിക്ക് അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത്. അന്ന് തന്നെ ബി.ജെ.പി ഒരു ശപഥമെടുത്തു, ഞങ്ങൾ ഈ പാർലമെൻറ്റിൽ തന്നെ ഞങ്ങൾ പുതിയ ബില്ല് അവതരിപ്പിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാക്കുമെന്ന്. അങ്ങനെ വനിതാ ബില്ല് പരാജയപ്പെട്ടെങ്കിലും വീണ്ടും അവർ മുന്നോട്ട് പോയി. ബംഗാളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അസംബ്ലി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവർ വലിയ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി അധികാരത്തിൽ വന്നു. ആം ആദ്മി പാർട്ടിക്കാരെ അവർ പിളർത്തി, എൻ.സി.പിയെ അവർ പിളർത്തി. എൻ.സി.പിയിൽ ഒരു വിഭാഗം ശരത് പവാറിനോടൊപ്പം നിൽക്കുന്നൊരു വിഭാഗം കൃത്യമായി മോദിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറായി നിൽക്കുന്നു. തമിഴ്നാട്ടിൽ DMK, സ്റ്റാലിൻ്റെ DMK പിളർത്തി. അതിൽ വലിയൊരു വിഭാഗം മറ്റൊരു പാർട്ടിയിൽ ചേർന്നിട്ട് അവരും ആരെ സഹായിക്കുന്നു? മോദിയെ സഹായിക്കുന്നു. ചുരുക്കത്തിൽ ഈ വരാൻ പോകുന്ന വർഷകാല സമ്മേളനത്തിൽ 3 ബില്ലുകൾ പാസ്സാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, വനിതാ ബില്ല്. 50% പാർലമെൻറ്റുകളിലും ഇന്ത്യൻ നിയമസഭകളിലും, എല്ലാ സ്റ്റേറ്റുകളിലെ നിയമസഭകളിലും 50% സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്ന ഒരു ബില്ല് വരാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ 50%-ഓളം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടും. 50% അല്ല, 33%. 50%അല്ല, 33%. സ്ത്രീ സംവരണത്തിൽ ഒരു 33%-ൻ്റെ സംവരണം കിട്ടാൻ സാധ്യതയുണ്ട്. 50 ആയിട്ടില്ല. 50 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളാണ് കേരളത്തിൽ. രണ്ടാമത്, അപ്പോൾ ഒരു കുറേ സീറ്റ് വരും എന്തായാലും. രണ്ടാമത്തെ വിഷയം യൂണിഫോം സിവിൽ കോഡാണ്, ഏകീകൃത സിവിൽ കോഡാണ്. സംഘപരിവാറും RSSും രാജ്യത്തുടനീളം പ്രചരണം നടത്തിയ കാലത്ത് LK അദ്വാനി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ രഥയാത്ര നടത്തിയ സമയത്ത് രാമക്ഷേത്രത്തിനോടൊപ്പം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും. മുസ്ലിം പേഴ്സണലായും ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശവും ഹിന്ദു മാരേജ് ആക്റ്റും ഹിന്ദു സ്വത്തവകാശ നിയമങ്ങളും ഇതെല്ലാം ചേർത്ത് ഒരൊറ്റ നിയമം രാജ്യത്ത് കൊണ്ടുവരും. ഒരു രാജ്യം ഒരു നിയമം. അത് ഭാരതീയ ന്യായ സംഹിതയുടെ കീഴിൽ ഒന്നിച്ച് കൊണ്ടുവരും എന്നാണ് അടുത്ത കഥ. മൂന്നാമത്തെ കാര്യമാണ് വൺ കൺട്രി വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. അതും വരാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. അതിനു വേണ്ടിയിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ വളരെ വളരെ വലിയ ഒരു സംവിധാനത്തിലേക്കാണ് അത് പോകുന്നത്. അതും രാജ്യത്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ, അത് വന്നാൽ, ഈ വർഷകാലത്തിൽ ആ ബില്ല് അവതരിപ്പിച്ച് ഭരണഘടനാ ഭേദഗതി വന്നാൽ 29-ൽ രാജ്യത്ത് പാർലമെൻറ്റിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിലും 3 വർഷമേ സർക്കാരിന് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും പഞ്ചാബിലും 27-ൽ തിരഞ്ഞെടുപ്പാണ്, അവർക്ക് 2 വർഷമേ കിട്ടുകയുള്ളൂ. അപ്പോൾ 2029-ൽ രാജ്യത്ത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അസംബ്ലികളിലേക്ക് കൂടി തിരഞ്ഞെടുപ്പ് വരുമോ എന്നുള്ളൊരു കൗതുകവും കൂടി രാജ്യത്തുണ്ട്. എന്തായാലും 3 കാര്യങ്ങളും ഇന്ത്യ മഹാരാജ്യത്ത് ഈ വർഷകാല സമ്മേളനത്തിൽ 3 കാര്യങ്ങൾക്ക് വേണ്ടി ബി.ജെ.പി ചട്ടം കെട്ടിയിരിക്കുകയാണ്. ആ 3 കാര്യങ്ങളും അവർ നടത്തിയെടുക്കും. 1, വൺ കൺട്രി വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. 2, ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ്. 3, വിമൻസ് റിസർവേഷൻ ബില്ല്, വനിതാ ബില്ല്. ഇത് 3 കാര്യത്തിലും വലിയ ഒരു എന്താ പറയുക, നിശ്ചയദാർഢ്യത്തോടു കൂടിയും
ഞങ്ങളിത് നടത്തിയിരിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വളരെ കൃത്യമായി നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട്. വർഷകാല സമ്മേളനത്തിൽ അത് ജയിക്കാനും സാധ്യതയുണ്ട് ബില്ല് വച്ചാൽ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റാലിൻ്റെ കൂടെ നിന്ന് കുറച്ച് പേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. NCPയിൽ നിന്നുള്ള കുറച്ച് പേര് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കുറച്ച് പേര് വന്നിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തു നിന്നും പല ആളുകളും BJPക്ക് അനുകൂലമായി പ്രശ്ന അധിഷ്ഠിതമായി വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വളരെ കൃത്യമായി നടക്കാൻ സാധ്യതയുള്ളത് ഈ ബില്ലുകളൊക്കെ ചൂടപ്പം പോലെ പപ്പടം പൊള്ളിക്കുന്ന വേഗത്തിൽ പാസ്സാക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. 3 ബില്ലിനും വളരെ നിർണായകമായ, കാലികമായ, അതീവ വിപുലമായ, വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ബില്ലുകളാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ തന്നെ വലിയ മാറ്റം രാജ്യത്തുണ്ടാക്കുന്ന, കാരണം ഇനി ഓരോ സംസ്ഥാനത്തിലും തിരഞ്ഞെടുപ്പ്, പാർലമെൻറ്റിന് വേറെ തിരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പില്ല. എല്ലാ തിരഞ്ഞെടുപ്പും കൂടി ഒന്നിച്ച് തന്നെ ആളുകൾ പോകുമ്പോൾ അസംബ്ലിയിലേക്ക് അവർക്ക് വോട്ട് ചെയ്യാം, പാർലമെൻറ്റിലേക്ക് വോട്ട് ചെയ്യാം. വളരെ ലളിതമായ മറ്റൊരു സംവിധാനം. അതുപോലെ യൂണിഫോം സിവിൽ കോഡ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ശക്തമായി എതിർക്കുന്ന ഒരു കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ്. പക്ഷേ അവരുടെ എതിർപ്പ് വകവയ്ക്കാതെ തന്നെ ഇത് കൊണ്ടുവരാനുള്ള വഖഫ് ബോർഡ് അതിൻ്റെ കാര്യത്തിലായാലും, ജീവനാംശത്തിൻ്റെ കാര്യത്തിലായാലും, മുത്തലാഖിൻ്റെ കാര്യത്തിലായാലും വലിയ മുസ്ലിം പണ്ഡിതന്മാരുടെയൊക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ബില്ല് കൊണ്ടുവന്ന BJP അവർക്ക് രാഷ്ട്രീയമായി അധികാരം കിട്ടിയാൽ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ബില്ല് വിജയിക്കുമെന്നൊരു സാധ്യത വന്നാൽ തീർച്ചയായിട്ടും ബില്ല് അവർ അവതരിപ്പിക്കും. അത് അവർ വിജയിപ്പിച്ചെടുക്കും. അത് അവരുടെ ഒരു പ്രഖ്യാപനമാണ്. നേരത്തെ കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്ത് കളയുമെന്ന് പറഞ്ഞു, കൃത്യമായി എടുത്ത് കളഞ്ഞു. രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞു, അതിനുള്ള സാഹചര്യം ഒരുങ്ങിയപ്പോൾ കൃത്യമായി പണിതു. മൂന്നാമതായി വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അജണ്ടയാണ് യൂണിഫോം സിവിൽ കോഡ്. ഇത് ഭരണഘടനയിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ കാലത്ത് അംബേദ്കർ ഭരണഘടനയിലും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു രസകരമായ കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് BJPക്ക് പണി എളുപ്പമാകുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയമാണ് വിമൻസ് റിസർവേഷൻ. അതിൽ ഇപ്പോൾ വന്നിട്ടുള്ള കുരുക്കുകൾ മാറാനുള്ള എല്ലാ സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത്.